എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചീര ഉപയോഗിച്ച് ഉപ്പേരി ഉണ്ടാക്കുക എന്ന് നോക്കാം. ഞാൻ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ പൊതുവേ ഒരുപാട് വെറൈറ്റി ചീരകൾ കാണാൻ പറ്റും. കേരളത്തിൽ ഞാൻ അത്രയും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ കാണിച്ച ചീര ഉണ്ടല്ലോ, അതിൻ്റെ പേര് ശരിക്കും അരക്കീര എന്നാണ്. ഞാൻ ചീര ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേരും അഴുകിയ ഇലകളൊക്കെ മാറ്റിയിട്ട് 3 പ്രാവശ്യം കഴുകിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവണോടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ചീര ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. ചീര പരത്തിയിടണ്ട, ഞാൻ എല്ലാം കൂടെ ചട്ടിയുടെ നടുവിലേക്ക് ആക്കിയിട്ട് ഒന്ന് കുമിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചിലപ്പോൾ ചട്ടിയുടെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തത്. അതിനുശേഷം ഒരു മൂടിയിട്ട് അടച്ചിട്ട് 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇളക്കി യോജിപ്പിക്കുക. ചട്ടിയുടെ അടിയൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഇനിയും പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനി ഇത് അടച്ചു വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി കേട്ടോ. ഇനി ചീരയുടെ വേവ് നമ്മൾ എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീര ഇലയാണ്, അത് വേഗം വെന്ത് കിട്ടും. എന്നാലും തണ്ടൊക്കെ നമ്മൾ മുറിച്ചിടില്ലേ, അപ്പോൾ ആ തണ്ടൊന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ചിരകി വെച്ചിരിക്കുന്ന നാളികേരം പച്ചവെളിച്ചെണ്ണ തൂവിയിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അതിനുശേഷം സെർവ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞല്ലോ ഈ ചീരയുടെ പേര് അരക്കീര എന്നാണെന്ന്. എല്ലാ ചീരകൾക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഈ ചീരയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഈ ചീരയിൽ അയൺ, കാൽഷ്യം, ഫൈബർ കണ്ടൻറ്റൊക്കെ വളരെ അധികമായിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ചീര ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ചീരയിൽ ഫൈബർ കണ്ടൻറ്റ് അധികമാണെന്ന്. അപ്പോൾ ഈ ചീര മാക്സിമം രാത്രി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്, കാരണം അത് ഡൈജഷനെ ബാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്